എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുണ്ടായ പേരുദോഷം എന്ന് പറഞ്ഞാൽ മെസ്സിനെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണല്ലോ. ഞാൻ ഇനി കളി വേണ്ടെന്ന് വെച്ചാൽ മെസ്സിനെ കൊണ്ടുവരാൻ തീരുമാനിക്കുകയാണെങ്കിൽ അത് കൊണ്ടുവരും. അതോടുകൂടി അവസാനിക്കും. എനിക്ക് അതിലൊരു ഒളിച്ചോട്ടമുണ്ട്. എന്ത് ഒളിച്ചോട്ടാണ്? ഞാൻ പ്രതീക്ഷിച്ചത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്താണെന്നറിയോ? ഈ സ്റ്റേഡിയത്തിൽ ഇൻ്റർനാഷണൽ മാച്ച് നടത്തുക എന്നുള്ളതാണ്. ആ നടത്താതിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് മാത്രമുള്ള ദോഷമാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. കേരളത്തിലെ സ്പോർട്സിനും കേരളത്തിൽ ടൂറിസത്തിനും ഇതുപോലൊരു അവസരം ഇനി ഉണ്ടാവില്ല. ഈ മാച്ചെങ്ങാനും കേരളത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ 2 ടീമാണ്. അത് ലോകം മുഴുവൻ ചർച്ചയായി കഴിഞ്ഞാൽ ഇതുപോലെ കളി കോച്ചിലേക്ക് നിങ്ങൾ വിചാരിച്ചാൽ പോലും നടക്കാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ എല്ലാ കേരളത്തിലെ റീജിയണൽ മാധ്യമങ്ങളെല്ലാം കൂടി വിചാരിച്ചിട്ട് കളീനെ കൊണ്ടുവന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നടന്നു വരില്ല. കാരണം അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട് ചെറുതായിരിക്കില്ല, ദോഷം ചെറുതായിരിക്കില്ല. ഞാനുണ്ടല്ലോ 1 ലക്ഷം സ്പോർട്സ് കിറ്റ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഈ കളിയുടെ ഭാഗമായിട്ട്. 1 ലക്ഷം സ്പോർട്സ് കിറ്റ്. ഞാൻ നിങ്ങളുടെ എൻ്റെ പ്രൊമോ കണ്ടാൽ അറിയാം. എല്ലാ ജില്ലകൾക്കും 5000 ബോൾ കൊടുക്കാൻ തീരുമാനിച്ചായിരുന്നു. എല്ലാ സ്കൂളുകൾക്കും ഈ 10 കിറ്റും 150 ബോളും വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചായിരുന്നു. മനസ്സിലായോ? 1,70,000 1,60,000 ബോളാണ് ഞാൻ കൊടുക്കാൻ തീരുമാനിച്ചത്. ഇതിന് ഉയർത്താൻ വേണ്ടി തന്നെയാണെന്നേ. എന്താ അറിയോ, നിങ്ങൾ ഇതിന് 2ആയിട്ട് കാണണം. കേരളത്തിലെ സ്പോർട്സിൻ്റെ വികസനം കാണണം, ഇതിൻ്റെ ടൂറിസത്തിൻ്റെ വികസനം കാണണം. ഈ ടൂറിസത്തിൻ്റെയും സ്പോർട്സിൻ്റെ വികസനം കണ്ടാലേ നിങ്ങൾക്ക് അതിന് കാണാൻ കഴിയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ത് ആരോപണം നിശ്ചയിച്ചാലും ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു പൈസ ഉണ്ടാക്കില്ല. എനിക്ക് നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യം. എൻ്റെ കയ്യിൽ നിന്ന് പൈസ നഷ്ടപ്പെട്ടു എന്നുള്ളത് തന്നെയാണല്ലോ. അപ്പോൾ ഞാൻ അതുമായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ പിന്നെ നിങ്ങൾ എന്നെ പ്രകോപിപ്പിച്ചുകൊണ്ട് വന്നിട്ട് എനിക്ക് അങ്ങനെ ഒരു ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ ആദ്യം എഗ്രിമെൻറ്റ് വെച്ച് എൻ്റെ പേരിലേക്ക് 10 വർഷത്തേക്ക് 5 വർഷത്തേക്ക് എഴുതിയിട്ടല്ലേ ഞാനിതിൽ പണി തുടങ്ങുള്ളൂ. ഞാൻ അങ്ങനെയാണോ ചെയ്തത്? ഞാൻ ഒരു മാസത്തേക്കല്ലേ എഴുതിയിട്ടുള്ളൂ. എനിക്ക് വേറെ എന്തെങ്കിലും ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചോണ്ടാ. എന്തെങ്കിലും ഒരു ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ കാണിച്ചോണ്ടാ. ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് പറയാൻ ഇൻറ്റൻഷൻ ഉണ്ടെങ്കിൽ കാണിച്ചോണ്ടാ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്താ, ഞാൻ വൃത്തിയായി 1 മാസത്തേക്ക് എനിക്ക് എടുക്കാമായിരുന്നല്ലോ. 1 വർഷത്തേക്ക് ചോദിച്ചാലും തന്നേനെ. കാരണം ഞാൻ ഇത്രയും സ്പെൻഡ് ചെയ്ത ഒരാളെന്നുള്ള നിലയ്ക്ക് എനിക്ക് സർക്കാരിനോടോ GCDനോടോ ആദ്യത്തെ ചർച്ചയിൽ തന്നെ എനിക്ക് 1 വർഷത്തേക്ക് വേണമെന്ന് പറഞ്ഞാൽ തന്നേനെ. ഞാൻ ചോദിച്ചിട്ടില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുന്നില്ലല്ലോ. അങ്ങനെ ഒരു ലെറ്റർ ഉണ്ടോ? ഒന്നുമില്ല. ഞാൻ അവസാന നിമിഷം വരെ ശ്രമിച്ചെന്തിനാണെന്ന് അറിയോ? ഈ രേഖകൾ പൂർത്തീകരിച്ച് ഇപ്പം ഞാൻ പറയാം. ഇപ്പം നമുക്ക് സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ചോദിച്ചില്ല? ഫിഫയുടെ അനുമതി കിട്ടിയില്ല, അനുമതിക്ക് സമയം ലേറ്റായി എന്നുള്ളത്. സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് IITയും PWDയും അവർ ടെസ്റ്റ് നടത്തിയതിന് ശേഷം തരാൻ കഴിയുള്ളൂ. അതിന് ഡിലേ ആയി. ഞാൻ ലെറ്റർ കൊടുത്തു, എനിക്ക് പെട്ടെന്ന് തീർത്ത് തരണം നിങ്ങൾ എന്ന് പറഞ്ഞിട്ടാ. നിങ്ങൾ എന്ത് സപ്പോർട്ട് ചോദിച്ചാലും ഞാൻ തരാമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെല്ലാം ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ എന്താ അറിയോ, അനാവശ്യമായിട്ട് ക്രൂശിക്കരുത്. അനാവശ്യമായി ക്രൂശിക്കുന്നത് നല്ലതല്ല. അത് എന്നെ ക്രൂശിക്കുന്നതുകൊണ്ടല്ല എന്ന് ഞാനതുകൊണ്ട് നേരത്തെ പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിത് കുറേ ഏറ്റുവാങ്ങിയ ആളാണ്. എന്നെ സംബന്ധിച്ച് അത് പ്രശ്നമല്ല. പക്ഷേ എന്താണ്, നിങ്ങളിത് ചെയ്യുന്നത് കേരളത്തെ സ്പോർട്സിനോടാണ്, നിങ്ങൾ ഈ ചെയ്യുന്നത് കേരളത്തെ ടൂറിസത്തിനോടാണ്, കേരളത്തെ ജനങ്ങളോടാണ്, വരുന്ന കുട്ടികളോടാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ മെസ്സിനോട് ഇത്ര ആരാധന? മെസ്സിനോട് മാത്രമല്ല, സ്പോർട്സിനോട് മുഴുവൻ ആരാധനയുണ്ട്. അതുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇവിടെ ആളുണ്ടത്. മനസ്സിലായില്ലേ? കേരളത്തിൽ 9ാമത്തെ റേഞ്ചിലെങ്ങനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത്. അവരെ